നമ ശിവായ. നമസ്കാരം. പ്രിയ SK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ശിവരാത്രി ദിവസത്തെ മാഹാത്മ്യത്തെക്കുറിച്ചും ശിവരാത്രി ഐതിഹ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ശിവരാത്രി നാം ആഘോഷിക്കുന്നത് പ്രധാനമായി ശിവരാത്രി ദിവസത്തിൻ്റെ ഒരു പ്രധാന ഐതിഹ്യമായി പറയുന്നത് ദേവന്മാർ തൻ്റെ യൗവനം കാത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി പാലാഴി മഥനം ചെയ്തപ്പോൾ വന്ന കാളകുട വിഷം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി സാക്ഷാൽ ശിവഭഗവാൻ ആ വിഷം കുടിച്ചു. ഇത് കണ്ട പാർവതീദേവി വിഷം ഉള്ളിൽ ചെല്ലാതിരിക്കാൻ ശിവഭഗവാന്റെ കണ്ടത്തിൽ പിടിച്ചു. അങ്ങനെ ശിവഭഗവാന് നീലകണ്ഠൻ എന്ന നാമം ലഭിച്ചു. ശിവഭഗവാന്റെ ജീവൻ രക്ഷിക്കുവാനായി സമസ്ത ലോകവും ഉറക്കമൊഴിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി നാം ആഘോഷിക്കുന്നത്. ശിവരാത്രി ആഘോഷിക്കുന്നത് കൃഷ്ണപക്ഷ ചതുർദശി നാൾ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് സ്നാനം ചെയ്ത് ഭസ്മം ധരിച്ച് രുദ്രാക്ഷം കഴുത്തിൽ അണിഞ്ഞ് ശിവ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പകൽ മുഴുവനും ഉപവാസം ചെയ്ത് രാത്രി ഉറക്കമൊഴിക്കുന്നതാണ് ശിവരാത്രി. ഒരു രാത്രി മുഴുവനും ഉറക്കം ഇളച്ചിരുന്ന് ഉറങ്ങാതെ ശിവക്ഷേത്രങ്ങളിൽ ശിവ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ, ശിവപുരാണം എന്നിവ പാരായണം ചെയ്ത് ശിവക്ഷേത്രങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ തന്നെ ശിവപൂജകൾ ചെയ്യുന്നത് ഭക്തർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവ്വവിധ ഐശ്വര്യങ്ങളും കൈവരിക്കുന്നതായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത്. ശിവഭഗവാനെ ശിവരാത്രി ദിവസം ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന യാമപൂജകൾ കണ്ട ശിവക്ഷേത്രങ്ങളിൽ 5 യാമപൂജകളുണ്ട്. ഈ 5 യാമപൂജകളും കണ്ട് അഭിഷേക ആരാധനകൾ കണ്ട് പ്രത്യേകിച്ച് 5 യാമപൂജകളുണ്ട്. ഈ 5 യാമപൂജകൾ ശിവരാത്രി ദിവസം രാത്രി 8:30 മണിക്ക്, 11 മണിക്ക്, രാത്രി 1:30, അതിരാവിലെ 4 മണി, പിന്നെ 6:30 മണി എന്നീ സമയങ്ങളിലാണ് യാമപൂജകൾ നടക്കാറുള്ളത്. ഈ യാമപൂജകൾ കണ്ട് നാം ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ 1000 പ്രദോഷ വ്രതം നോക്കുന്നതിന് തുല്യമെന്നാണ് പഴമക്കാർ പറയുന്നത്. ശിവപൂജകൾ ചെയ്യുമ്പോൾ പ്രധാനമായി ശിവ പഞ്ചാക്ഷരി മന്ത്രം അഖണ്ഡ നാമമായി ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവ പഞ്ചാക്ഷരി മന്ത്രം അഖണ്ഡനാമ ജപമായി രാത്രി മുഴുവനും ചൊല്ലിയാൽ സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. പ്രധാനമായി ശിവഭഗവാന് ഇഷ്ടപ്പെട്ട പൂജാപുഷ്പങ്ങളായിട്ടുള്ള അരളിപ്പൂവ്, എരിക്കിൻപൂവ്, ഇലഞ്ഞിപ്പൂവ്, കുവളത്തില എന്നീ പൂജാ പുഷ്പങ്ങൾ കൊണ്ട് ആരാധനകൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ പ്രധാനമായി ശിവരാത്രി ദിവസം യാമപൂജാവേളയിൽ പ്രധാനമായി ചെയ്യുന്ന ചില അഭിഷേകങ്ങളുണ്ട്. ആ അഭിഷേകങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഇളനീർ അഭിഷേകം, പാലഭിഷേകം, തൈര് അഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചഗവ്യം, അതുപോലെ തേന്, എണ്ണ, നെയ്യ് എന്നീ പ്രധാനപ്പെട്ട അഭിഷേകങ്ങൾ കണ്ട് തൊഴുന്നത് വളരെ നല്ലതാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും സകലവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ വേണ്ടി ശിവരാത്രി വ്രതമിരുന്ന് പ്രധാനമായി ശിവക്ഷേത്രങ്ങളിലെ യാമപൂജകൾ കണ്ട് ഈ അഭിഷേകങ്ങൾ പ്രധാനമായി ദർശിക്കാൻ കഴിഞ്ഞാൽ നാം ചെയ്ത പുണ്യം തന്നെ എന്ന് പറയാം. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ എത്ര
ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ സാധിക്കുമോ ആ ശിവക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് ശിവാലയ ഓട്ടം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കന്യാകുമാരി ജില്ലയിൽ പ്രധാനമായി നടക്കുന്ന ശിവാലയ ഓട്ടം, ആ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. 12 ശിവാലയങ്ങൾ ഒരു രാവും പകലും കൊണ്ട് ഓടി തീർക്കുന്നതാണ് ശിവാലയ ഓട്ടം. ഈ ശിവാലയ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന ഭക്തർ പ്രധാനമായി വ്രതമെടുക്കാറുണ്ട്. ചിലർ 41 ദിവസത്തെ വ്രതമെടുക്കാറുണ്ട്, ചിലർ 7 ദിവസത്തെ വ്രതമെടുക്കാറുണ്ട്. കുറഞ്ഞത് 7 ദിവസത്തെ വ്രതമെങ്കിലും ആവശ്യമാണ് ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കാനായി. ശിവക്ഷേത്ര ദർശനങ്ങൾ ചെയ്ത് കാലാകാലങ്ങളായി ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തർ പറയുന്നത് ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും സംഭവിക്കില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അവർ എല്ലാ വിധത്തിലും ശിവ ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നതായും ശിവ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേർന്നതായിട്ടാണ് ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്ത ഭക്തർ പറയുന്നത്. ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം ശിവ പഞ്ചാക്ഷരി മന്ത്ര ജപിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ തന്നെ പ്രദർശനം ചെയ്ത് ശിവരാത്രി ദിവസം മുഴുവനും അഖണ്ഡനാമ ജപം ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തെ പ്രദർശനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്രങ്ങളിൽ ശിവ ആരാധനകളിൽ പങ്കെടുത്ത, യാമപൂജകളിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ അഖണ്ഡ നാമ ജപം ചെയ്ത് ശിവക്ഷേത്ര പ്രദർശനം ചെയ്യുക, അല്ലെങ്കിൽ ശിവരാത്രി നടക്കുന്ന ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് ശിവപൂജകളിൽ നിന്നും ശിവക്ഷേത്ര ദർശനത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നത് 1000 സോമവാര വ്രതമെടുക്കുന്നതിന് തുല്യമാണ്. ശിവാലയ ദർശനം നടത്തി ശിവരാത്രി പൂജകളിൽ പങ്കെടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു തരത്തിലുള്ള അപകടങ്ങളും വരുന്നതല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് മാത്രമല്ല, ശിവ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.